ട്രേഡിങ്ങിൽ നിന്ന് മാത്രം നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മന്ത്ലി നമ്മുടെ ലിവിങ്ങിന് വേണ്ടി അതിൽ നിന്ന് എക്സ്പെൻസിന് വേണ്ടിയുള്ള എമൗണ്ട് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ഒരു ക്യാപിറ്റലും ഒരു മൈൻഡ് സെറ്റും ഒരു സ്കിൽ സെറ്റും വേണം. ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് മന്ത്ലി ഒരു 1 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ഉണ്ട് ഓൺ ആൻ ആവറേജ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? ആ ഒരു എമൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ ക്യാപിറ്റൽ മതിയോ? പോരാ. ഒരു 10 ലക്ഷം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ വേണേൽ നമുക്ക് 1 ലക്ഷം ഉണ്ടാക്കാം. അത് സ്റ്റിൽ ഇസ് ഹയർ ROI ആണ്. എപ്പോഴും 10% നമ്മൾ മന്ത്ലി എയിം ചെയ്യുന്നത്. പക്ഷേ ഒരു കണക്ക് വെച്ചങ്ങ് പറയാം, 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ്. ഓക്കെ, അതായത് എങ്ങനെ ഈ മണി മാനേജ്മെൻറ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലിനെ മാനേജ് ചെയ്യണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എത്രത്തോളം ഹാർഡാണ്, സ്ട്രോങ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. 3ാമത് വരുന്നതാണ് സ്കിൽ സെറ്റ്. അതായത് സ്കിൽ സെറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സ്ഥലത്ത് നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അലൈൻ ചെയ്യാത്ത പക്ഷം ട്രേഡിങ്ങിൽ നിന്ന് മാത്രം ഞാനൊരു ഇൻകം ഉണ്ടാക്കി ജീവിക്കും എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല.